Hello, welcome to today's social science discussion class. Today we are going to discuss 7 questions and its answer to today's social science class. ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളുടെ ആൻസർ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആഫ്റ്റർ അനലൈസിങ് ദ ടേബിൾ ഗിവൺ ബിലോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 58 കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ, ആ ടേബിളിൽ നിന്ന് നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണെന്ന് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ ആ ടേബിളിനെ അനലൈസ് ചെയ്യാമെന്ന് പരിശോധിക്കാം. അനലൈസേഷൻ ഓഫ് ടേബിൾ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവാണ്. ഒരു പട്ടിക എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത്. ഒരു പട്ടിക നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഹെഡ്ലൈനുകളാണ് കറക്റ്റായിട്ട് വായിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ ഈച്ച് സെക്ടർ, അതായത് വിവിധ 3 മേഖലകളിലായുള്ള തൊഴിലുകളുടെ അവൈലബിലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെക്ടറുകൾ 3 സെക്ടറുകൾ: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഇയേഴ്സ് 1993, 2005, 2011. അപ്പോൾ ഇങ്ങനെ ഹെഡിങ്ങുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് നമ്മളൊരു ടേബിളിനെ അനലൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രൈമറി സെക്ടർ ഒന്ന് പരിശോധിക്കാം. പ്രൈമറി സെക്ടറിൽ 1993 64.9 ആയിരുന്നു അവൈലബിലിറ്റി, എംപ്ലോയ്മെൻറ്റിൻ്റെ അവൈലബിലിറ്റി. പ്രാഥമിക മേഖലയിൽ 64% ആളുകൾ തൊഴിൽ ചെയ്തിരുന്നു 93-ൽ. 2005 ആയപ്പോഴേക്ക് അത് 56 ആയിട്ട് കുറയുന്നു. 2011 ആകുമ്പം വീണ്ടും 53 ആയിട്ട് കുറയുന്നു. അപ്പം പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി കുറയുന്നു നമുക്ക് മനസ്സിലാക്കാം. ഇനി സെക്കൻഡറി സെക്ടർ ഇതുപോലെ വായിച്ചു നോക്കാം. 14, 18, 21. സെക്കൻഡറി സെക്ടറിൽ കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ്, ഇൻക്രീസാണ് കാണിക്കുന്നത്. ടെർഷ്യറി സെക്ടറും 20, 24, 25 എന്ന രീതിയിൽ ഇൻക്രീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പട്ടിക നന്നായി റീഡ് ചെയ്തതിന് ശേഷം ഇനി കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മളൊന്ന് വായിക്കണം. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 ചോദ്യങ്ങളാണ്. വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇൻക്രീസ്ഡ് ട്രെൻഡ്, അതായത് തൊഴിൽ വർദ്ധിച്ചു വരുന്നത് ഏതൊക്കെ മേഖലയിലാണ്? നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഷോസ് എ ട്രെൻഡ് ഇൻ ദി അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരീഡ്സ്. എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖല ഏതാണ്? എല്ലാ കാലഘട്ടത്തിലുമാണ് ചോദിച്ചത്. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, പ്രൈമറി സെക്ടറാണ് എല്ലാ കാലത്തും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത്. 93-ലും 2005-ലും 2011-ലും ഒക്കെ മോർ ദാൻ 50%, 50% കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രൈമറി സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരീഡ്സ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ 2 സെക്ടേഴ്സ്. സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, ആ സംഖ്യയെ പ്രൈമറി സെക്ടറിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അപ്പോൾ എത്രയാണ് വ്യത്യാസം എന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം റൈറ്റ് യുവർ ഫൈൻഡിങ്സ് അനലൈസിങ് ദ ടേബിൾ ഗിവൺ ബിലോ ആണ്. അതിവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് സീൻ ദാറ്റ്. അപ്പോൾ യു ഹാവ് സീൻ എന്ന് ഉള്ള ഭാഗം വേണ്ട, നമുക്ക് എന്ത് ചെയ്താം? ദ ടേബിൾ ഷോസ് ദാറ്റ് പ്രൈമറി സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ ദി അതർ സെക്ടർ. പ്രാഥമിക മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ മറ്റ് മേഖലയേക്കാൾ ഉള്ളത്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കൃഷിയും ബന്ധപ്പെട്ട മേഖലയിലുമാണ് ആളുകൾ കൂടുതലായി ജോലി ചെയ്യുന്നത്. ദ ഫുഡ് റിക്വയർമെൻറ്റ് ഓഫ് അവർ കൺട്രി ഈസ് മെറ്റ് ബൈ പ്രൈമറി സെക്ടർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മേഖലയാണ് ഇത്, പ്രൈമറി സെക്ടർ. അപ്പോൾ അതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.
ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്താണ്? ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈമറി സെക്ടർ ഈസ് ഡിക്രീസിങ് നൗ. ഇപ്പോൾ അത് കുറഞ്ഞ് വരികയാണെന്ന് എഴുതാം. തിരിച്ചും എഴുതാം. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ്. ഈ രീതിയിലൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ ചുരുക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. ലെറ്റ്സ് ഡിസ്കസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദി ഡയഗ്രാം ഇൻഡിക്കേറ്റ് അബൌട്ട് ദി ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ? ഈ ഡയഗ്രാം ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കണം. ഒരു ഭാഗത്ത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. 0, 5, 100, 150, 200 അങ്ങനെ പോകുന്നു. അടുത്ത് താഴെ കാണിച്ചിരിക്കുന്നത് ഇയേഴ്സാണ്. ഇത് രണ്ട് നോക്കിയ ശേഷം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇന്ത്യ ഹാസ് ബീൻ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി സെക്ടർ സിൻസ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാഥമിക മേഖല അഥവാ അഗ്രികൾച്ചറൽ മേഖലയ്ക്ക്, കാർഷിക മേഖലയ്ക്കാണ്. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോട്ട് അബൌട്ട് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഒരുപാട് പദ്ധതികൾ, ഗ്രീൻ റവല്യൂഷൻ പോലെയുള്ള, ഹരിത വിപ്ലവം പോലെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ നമ്മുടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. There has been noticeable increase not only in employment opportunities but in food grain production as well. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിലും അവിടെ നിന്ന് ഫുഡ് ലഭിക്കുന്നതിലും വലിയ പങ്ക് പ്രൈമറി സെക്ടർ വഹിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്ത് കാണിക്കുന്നു? ദിസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ ഗ്രാഫ് കാണിക്കുന്നത് ഓഫ് ദ ട്രെൻഡ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരീഡ്സ്. വിവിധ കാലയളവുകളിലുള്ള ഭക്ഷ്യോൽപാദനത്തിൻ്റെ മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതേ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? എന്ത് മാറ്റമാണ് ഈ ഡയഗ്രത്തിലുള്ളത്? ആൻസർ അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ദ ഡയഗ്രാം സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ഡയഗ്രാം കാണിക്കുന്നത് ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനത്തിൽ കൃത്യമായ വർധനവുണ്ട്. ബട്ട് പോവർട്ടി സ്റ്റിൽ പേഴ്സിസ്റ്റ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. എന്നാലും ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം ദാരിദ്ര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും, ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദന വർധനമുണ്ടെങ്കിലും. അപ്പോൾ ഇത് കാണിക്കുന്ന ഈ ഒരു കാര്യം നമ്മളതിൻ്റെ ആൻസറായിട്ട് എഴുതാം. പിന്നെ ഇവിടെ പറയുന്നത് വാട്ട് മേ ബി ദ റീസൺസ് ഫോർ പോവർട്ടിയുടെ കാരണങ്ങൾ പറയുന്നു. ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ഭക്ഷ്യോൽപ്പന്നമുണ്ട് പക്ഷേ അത് കൃത്യമായി എല്ലാവരിലേക്കും എത്തിക്കുന്നില്ല. പിന്നെ ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്, ആളുകൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള കഴിവ്, പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്തതൊക്കെ അതിൻ്റെ കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് പോവർട്ടി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? അതിന് ആൻസർ കണ്ടെത്താൻ നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് വായിക്കേണ്ടത്, പോവർട്ടി. ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ദ പീപ്പിൾ ഇൻ അർബൺ ഏരിയാസ് ഹൂസ് ഇൻടേക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് ലെസ് ദാൻ 2100 കലോറി. നഗരപ്രദേശങ്ങളിൽ 2100 കലോറി ഊർജം ലഭിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കാത്തവരും, ദോസ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശത്ത് ഹൂസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് ലെസ് ദാൻ 2400, 2400 കലോറി ഊർജം ലഭിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കാത്തവരും ആരാണ്? എക്സ്പീരിയൻസ് പോവർട്ടി, അവർ ദരിദ്രരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പം ദ എക്കണോമിക് സർവേ ഓഫ് 2011 and 12 സ്റ്റേറ്റ്സ് ദാറ്റ് 2011-12 വർഷത്തെ സർവേ പറയുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ ഈസ് 29.8. ഇന്ത്യയിൽ 29.8% ആളുകൾ, 100 പേരുണ്ടെങ്കിൽ അതിൽ 29 പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. പിന്നെ പറയുന്നു ബീഹാർ വിത്ത് ദ ഹയസ്റ്റ് ഓഫ് 53.5%. ഏറ്റവും കൂടുതൽ ആളുകൾ ദരിദ്രരായിട്ടുള്ളത് ബീഹാറിലാണ്. അവിടെ പകുതിയിലധികം ആളുകൾ, 53.5% ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് വിത്ത് ദി ലോവസ്റ്റ്, ഏറ്റവും കുറവ് ദരിദ്രരുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. അതിൻ്റെ കാരണം അവിടെ 9.5% ഉള്ളൂ. ഇനി കേരളത്തിലും ദരിദ്രരുണ്ട്. കേരള ഹാസ് എ പോവർട്ടി റേറ്റ് ഓഫ് 12%. 100 പേരിൽ 12 പേർ കേരളത്തിലും ആരാണ്? ദരിദ്രരാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വിച്ച് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് പോവർട്ടി ഇൻ ഇന്ത്യ എന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോവർട്ടി റേറ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ ദാരിദ്ര്യം എത്രയാണ്? അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഫുഡ് സെക്യൂരിറ്റി എന്നതാണ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദി നീഡി. ഭക്ഷ്യസുരക്ഷ നിലനിൽക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുമ്പോഴാണ്. ഇനിയുള്ള ഭാഗമാണ് ആൻസർ. ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ്, ഭക്ഷ്യസുരക്ഷ ഉണ്ടാകുന്നത് വെൻ ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈംസ്, എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും ഹാവ് ഫിസിക്കൽ ആൻഡ് ഇക്കണോമിക് ആക്സസ്, ഭൗതികവും സാമ്പത്തികവുമായ കഴിവ് ഉണ്ടാകുമ്പോഴാണ്. ടു സഫിഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ആവശ്യമായ അത്ര പോഷക ഘടകങ്ങളടങ്ങിയ ഭക്ഷണം. ടു മീറ്റ് ദർ ഡയറ്ററി നീഡ്സ്, അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിലനിർത്താനും. ആൻഡ് ഫുഡ് പ്രിഫറൻസ് ഫോർ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്, അവർക്ക് ആക്റ്റീവായിട്ടുള്ളതും അതേപോലെ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നത്, പോഷകാഹാരം ഹെൽത്തി ലൈഫ് നയിക്കുന്നതിനാവശ്യമായ പോഷകഘടകങ്ങൾ അടങ്ങിയ ആഹാരം മതിയായ തോതിൽ ലഭിക്കുന്നതിനാവശ്യമായ സാമ്പത്തികവും ഭൗതികവുമായ കഴിവുണ്ടാവുമ്പോഴാണ് എന്ത് പറയുന്നത്, അതിനെയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പം ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം, ഓൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഫുഡ്, എല്ലാവർക്കും ഫുഡ് കിട്ടണം, എല്ലാ സമയത്തും കിട്ടണം, അതിനുള്ള കഴിവുണ്ടായിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് നമ്മൾ കൃത്യമായി ഇവിടെ പറഞ്ഞു. ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് മുതൽ ഹെൽത്തി ലൈഫ് വരെയുള്ള ഭാഗങ്ങൾ ചുരുക്കിയിട്ട് നമ്മൾ എഴുതുക. 6th ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യനും രണ്ടും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്താവുന്ന ക്വസ്റ്റ്യനാണ്. 6th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 3 പോവർട്ടി അലീവിയേഷൻ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പാക്കിയിരിക്കുന്ന ഏതെങ്കിലും 3 പ്രോജക്റ്റുകളെ കുറിച്ച് എഴുതാനാണ്. 7th ക്വസ്റ്റ്യൻ, പ്രോഗ്രാംസിനെ കുറിച്ച് എഴുതാനാണ്. അത് രണ്ടും കൃത്യമായി ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി, ഷാരി റോസ്കാർ യോജന. ഇത് 4 എഴുതാം, അല്ലെങ്കിൽ 3 വേണമെങ്കിൽ എഴുതാം. ഇതാണ് പ്രോജക്ട്സ്. ഇനി പ്രോഗ്രാമിലേക്ക് വരുമ്പം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.